ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ ശക്തന്റെ തട്ടകത്തിൽ ഇനി പൂരാവേശം. നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുര നട തുറന്നതോടെ പൂരവിളംബരമായി. മഹാപൂരം നാളെ. തൃശൂർ പൂരനഗരിയിൽ ഗജരാജൻ തൃക്കടവൂർ ശിവരാജുവിന് വൻ വരവേൽപ്പ്. പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ പാറമേക്കാവ് ദേവസ്വമാണ് ഗജരാജന് സ്വീകരണം നൽകിയത്. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട്. പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി. അയ്യന്തോൾ പഞ്ചിക്കല്ലിൽ വൻ ലഹരിവേട്ട. പാൽവണ്ടിയിൽ നിന്ന് 3 കിലോ ഹാഷിഷും 1/4 കിലോ കഞ്ചാവും തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് തുടക്കമായി. കൂടുതുറക്കൽ ശുശ്രൂഷ ഇന്ന് വൈകിട്ട്. മാള വലിയ പറമ്പിൽ യുവാവിനെയും യുവതിയെയും വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. പുത്തഞ്ചിറ സ്വദേശി ശ്രീജിത്ത്, വെണ്ണൂർ സ്വദേശിനി മിൽന എന്നിവരാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് വിളംബരമറിയിച്ചുകൊണ്ട് ആയിരങ്ങളെ സാക്ഷി നിർത്തി നെയ്തലക്കാവ് ഭഗവതി വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്നു. ആരവങ്ങളുടെയും ആർപ്പുവിളികളുടെയും ധന്യമുഹൂർത്തത്തിൽ വൻ ജനാവലിയെ സാക്ഷി നിർത്തി ഗജവീരൻ എറണാകുളം ശിവകുമാറാണ് തെക്കേ ഗോപുര നട തുറന്നത്. ഭക്തിയും പൂരാവേശവും നിറച്ചുകൊണ്ടായിരുന്നു 36 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന തൃശൂർ പൂരത്തിന്റെ വിളംബരമറിയിച്ച് നെയ്തലക്കാവ് ഭഗവതി വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്നത്. പൂരദിവസം ആദ്യം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന കണിമംഗലം ശാസ്താവിനും മറ്റ് ദേവീദേവന്മാർക്കും വേണ്ടിയാണ് നെയ്തലക്കാവ് ഭഗവതിയുടെ പൂരത്തലേന്നുള്ള തെക്കേ ഗോപുര നട തുറക്കൽ ചടങ്ങ്. വിശേഷാൽ പൂജകൾക്കും ആറാട്ടിനും ശേഷം നടപ്പാണ്ടിയുടെ അകമ്പടിയോടെയാണ് ഗജവീരൻ എറണാകുളം ശിവകുമാറിന്റെ ശിരസിലേറി നെയ്തലക്കാവ് ഭഗവതി പൂരനഗരിയിലെത്തിയത്. തുടർന്ന് മണികണ്ഠനാലിൽ കിഴക്കൂട്ടനിയന്മാരുടെ നേതൃത്വത്തിൽ മേളമരങ്ങേറി. നെയ്തലക്കാവ് ഭഗവതി പടിഞ്ഞാറേ ഗോപുര നട വഴി വടക്കുന്നാഥിൽ പ്രവേശിച്ച ശേഷം കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കേളി എന്നിവ കഴിഞ്ഞ് തെക്കേ ഗോപുര നട തള്ളി തുറന്നു. തുടർന്ന് നെയ്തലക്കാവിലമ്മ വീണ്ടും വടക്കുന്നാഥന്റെ ശ്രീമൂല സ്ഥാനത്തെത്തി. അവിടെയും 1 മണിക്കൂറോളം മേളമരങ്ങേറി. നിലപാട് തറയിൽ നെയ്തലക്കാവിലമ്മ കയറി നിന്നതോടെ മാരാർ 3 തവണ ശംഖുമുഴക്കി. ഇതോടെ തൃശൂർ പൂരത്തിന് വിളംബരമായി. തെക്കേ ഗോപുര നട തുറക്കൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ TCV തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. TCV തൃശൂർ. തൃശൂർ പൂരം സുരക്ഷാ ഡ്യൂട്ടിക്ക് 4200 പോലീസുകാരെ വിന്യസിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള പോലീസുകാരെയാണ് സുരക്ഷാ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നത്. പൂരത്തിനോടനുബന്ധിച്ച് പൂരനഗരിയിൽ പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തിക്കും. പൂരനഗരി പൂർണ്ണമായും CCTV ക്യാമറ നിരീക്ഷണത്തിലാകും. മാർത്ത് മറിയം വലിയ പള്ളി, പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങൾക്ക് എണ്ണ നൽകി. തൃശൂരിന്റെ ആധുനിക ശില്പി ശക്തൻ തമ്പുരാൻ കൽദായ സുറിയാനി സഭാ വിശ്വാസികൾക്ക് ആരാധന നടത്തുന്നതിന് കൽപ്പിച്ചനുവദിച്ച മാർത്ത് മറിയം വലിയ പള്ളി പുരാതന കാലം മുതൽ നൽകി വരുന്നതാണ് പൂരത്തിന് എണ്ണ. തൃശൂർ പൂരത്തിന് പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റാനെത്തിയ ഗജരാജൻ തൃക്കടവൂർ ശിവരാജുവിന് വൻ വരവേൽപ്പൊരുക്കി പാറമേക്കാവ് ദേവസ്വവും പൂരപ്രേമികളും. ശനിയാഴ്ച രാവിലെ 9:30-ക്കാണ് വടക്കുന്നാഥൻ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരനടയിലൂടെ പുറത്തുവന്ന തൃക്കടവൂർ ശിവരാജുവിന് പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M. ബാലഗോപാൽ, സെക്രട്ടറി G. രാജേഷ്, മറ്റു ദേവസ്വം ഭാരവാഹികൾ, ആനപ്രേമികൾ, പൂരപ്രേമികൾ തുടങ്ങിയ വൻ ജനാവലി പാണ്ടിമേളത്തിന്റെ അകമ്പടിയിൽ വൻ വരവേൽപ്പ് നൽകിയത്. തുടർന്ന് ഗജരാജനെ പാറമേക്കാവ് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. നാടൻ ആനയായ ശിവരാജു കൊല്ലം തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലെ ആനയാണ്. 53-കാരനായ ശിവരാജുവിന് 10 അടി 2 ഇഞ്ചാണ് പൊക്കം.
വീണകന്ന കൊമ്പുകൾ, നിലത്തിഴഞ്ഞു കിടക്കുന്ന തുമ്പിക്കൈ, രോമങ്ങൾ തിങ്ങിയ വാൽ, 20 നഖങ്ങൾ എന്നിവയോടെ ലക്ഷണമൊത്ത കൊമ്പനാണ് തൃക്കടവൂർ ശിവരാജു. പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാറിനോട് തൃക്കടവൂർ ശിവരാജുവിനെ തൃശൂർ പൂരത്തിന് പങ്കെടുപ്പിക്കണമെന്ന ആഗ്രഹം അറിയിച്ചതിനെ തുടർന്ന് ദേവസ്വം അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. തൃക്കടവൂർ ശിവരാജുവിന്റെ ആരാധകരാണ് ഏക്കത്തുകയായ 2.5 ലക്ഷം രൂപ അടച്ചത്. തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിലെ ഏറ്റവും ഉയരമുള്ള ഗജവീരനാണ് ശിവരാജു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് ഗജരാജപ്പട്ടം നൽകി ശിവരാജുവിനെ ആദരിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര, വൈക്കം, തിരുനക്കര, തുറവൂർ, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ഹരിപ്പാട്, ആറ്റുകാൽ എന്നീ ക്ഷേത്രങ്ങളുടെ ആറാട്ട് തിടമ്പേറ്റുന്ന ശിവരാജുവിന് തൃശൂർ പൂരത്തിന് തിടമ്പേറ്റാനുള്ള നിയോഗം ഇതാദ്യമാണ്. ഞായറാഴ്ച പകൽ 12-ന് പാറമേക്കാവ് എഴുന്നള്ളിപ്പിനും തെക്കോട്ടിറക്കത്തിനും കുടമാറ്റത്തിനുമാണ് ശിവരാജു തിടമ്പേറ്റുക. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. അതേസമയം കൊടും ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ചൂടിനെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പൊതുസ്ഥലങ്ങളിൽ തണ്ണീർ പന്തലുകൾ ഒരുക്കണം. സ്കൂളുകളിലും അംഗനവാടികളിലും കൂൾ റൂഫ് സ്ഥാപിക്കാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഹീറ്റ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില സാധാരണയേക്കാൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സെൽഫ് ലോക്ഡൌണിന് വിധേയരാകണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യ പ്രശ്നമുള്ളവരും ഗർഭിണികളും പകൽ സമയത്ത് സേഫ് ലോക്ഡൌണിന് വിധേയമാകണം. അന്തരീക്ഷ താപനില 40 ഡിഗ്രിക്ക് മുകളിലേക്ക് തുടർച്ചയായാണ് രേഖപ്പെടുത്തുന്നത്. ലോക്കൽ ഹീറ്റ് ആക്ഷൻ പ്ലാൻ നടപ്പാക്കാനുള്ള ചുമതല തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തീപിടുത്തം, പാമ്പുകടി തുടങ്ങിയ കാര്യങ്ങളിൽ ജാഗ്രത ഉണ്ടാകണം. ആന്റിവെനമുള്ള ആശുപത്രികളിലേക്ക് പാമ്പുകടിയേറ്റ ആളെ പെട്ടെന്ന് എത്തിക്കാൻ 108 ആംബുലൻസുകൾ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. താപനില സാധാരണത്തെക്കാൾ ഗണ്യമായിട്ടുള്ള വർധനവ് രേഖപ്പെടുത്തുകയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. തുടർച്ചയായി 40 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് മുകളിലേക്ക് താപനില തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ രേഖപ്പെടുത്തുന്ന പ്രത്യേകമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി. ദീർഘകാല വിവരങ്ങൾ ലഭ്യമായിട്ടുള്ള എല്ലാ താപമാപിനികളും സാധാരണത്തെക്കാൾ കൂടിയ താപനിലയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ 2016-ലും 2024-ലും ഉണ്ടായ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് വീണ്ടും ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടി വന്നൊരു സാഹചര്യം അതുകൊണ്ട് തന്നെ നിലവിൽ വന്നു. 3 ജില്ലകൾക്കാണ് പ്രധാനമായിട്ടും ഈ മുന്നറിയിപ്പ് വന്നതെങ്കിലും കേരളത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അത്യുഷ്ണവും ഉഷ്ണതരംഗവും കണക്കിലെടുത്തുകൊണ്ട് എല്ലാ ജില്ലകൾക്കും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകുകയാണ് ഉണ്ടായത്. 22-23 ദിവസങ്ങളിലെ അപേക്ഷിച്ചുകൊണ്ട് ചൂടിന് നേരിയ കുറവുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും തുടർച്ചയായി ഒരു വരണ്ട ദിനാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ജാഗ്രത കുറയ്ക്കാനുള്ള ഒരു കാരണവശാലുമുള്ള സമയമായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീരദേശ അയ്യന്തോൾ പഞ്ചിക്കല്ലിൽ പാൽവണ്ടിയിൽ നിന്ന് 3 കിലോ ഹാഷിഷ് ഓയിലും 1/4 കിലോ കഞ്ചാവും തൃശൂർ റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കുന്നംകുളം സ്വദേശി പൊന്നനേങ്കാട് വീട്ടിൽ ഹബീബിനെ അറസ്റ്റ് ചെയ്തു. പിടിച്ചെടുത്ത ഹാഷിഷ് ഓയിലിന് വിപണിയിൽ 2.5 കോടി രൂപ വില വരുമെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. തൃശൂർ പൂരം കളറാക്കാൻ പൂത്തിരി എന്ന പ്രത്യേക കോഡിലാണ് പ്രതി ലഹരി വിൽപ്പന നടത്തിയിരുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒഡീഷയിൽ നിന്നാണ് ഹാഷിഷ് ഓയിൽ എത്തിച്ചതെന്ന് പ്രതി എക്സൈസ് സംഘത്തിന് മൊഴി നൽകി. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സിജോ വർഗീസ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രവീൺ കുമാർ, പ്രിവന്റിംഗ് ഓഫീസർമാരായ TJ രഞ്ജിത്ത്, രാജു, NR രഞ്ജിത്ത് തുടങ്ങിയവർ ഹാഷിഷ് ഓയിൽ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ ശതോത്തര സുവർണ ജൂബിലി തിരുനാളിന് തുടക്കമായി. ഫാദർ വിപിൻ വേരൻപിലാവ് നൈവേദ്യ പൂജയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ആൻഡോ തരകൻ, ഡീക്കൻ ജെയ്മോൻ അറക്കൽ എന്നിവർ സഹകാർമ്മികരായി. നൈവേദ്യ പൂജയെ തുടർന്ന് തീർത്ഥകേന്ദ്രം ബലിപീഠത്തിൽ സമർപ്പിച്ച നേർച്ച ഭക്ഷണ വിഭവങ്ങൾ പ്രദക്ഷിണമായി ഊട്ടുശാലയിലേക്ക് കൊണ്ടുവന്നു. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി നേർച്ച ഭക്ഷണം ആശീർവാദവും നേർച്ച ഭക്ഷണ വിതരണവും നിർവഹിച്ചു. നേർച്ച ഭക്ഷണം
ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിവരെയും പാരിഷ് ഹാളിൽ ലഭിക്കും. നടത്തുകൈകാരൻ ജോസഫ് ലിയോ, അരിവെപ്പ് കമ്മിറ്റി കൺവീനർ ജോസഫ് കൊള്ളന്നൂർ, കറിവെപ്പ് കൺവീനർ TL ജെയിംസ്, ഊട്ടുവിളമ്പ് കൺവീനർ VR ബാബു, കലവറ കൺവീനർ ആൽബർട്ട് തരകൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് പുളിഞ്ചേരിപ്പടിയിൽ VKG ഗ്രൂപ്പ് ഒരുക്കിയ ലൈറ്റ് ടവർ ശ്രദ്ധേയമായി. പാവറട്ടി തീർത്ഥകേന്ദ്രത്തിന്റെ ശതോത്തര സുവർണ ജൂബിലി തിരുനാളിന് ആശംസകൾ നേർന്നാണ് ലൈറ്റ് ടവർ ഒരുക്കിയിട്ടുള്ളത്. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി ലൈറ്റ് ടവറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. VKG ഗ്രൂപ്പ് ചെയർമാൻ VK ജോർജ് അധ്യക്ഷത വഹിച്ചു. VG തോംസൺ, ബാസ്റ്റിൻ വടക്കൂട്ട, OJ ഷാജൻ, VG ജിംസൺ, VG ആൻസൺ എന്നിവർ സംസാരിച്ചു. പാവറട്ടി ഊട്ടുതിരുനാൾ ഭക്ഷണ വിതരണത്തിന്റെ വിശുദ്ധിയും പവിത്രതയും കാത്തുസൂക്ഷിക്കുന്നതിനും ആശീർവദിച്ച നേർച്ച ഭക്ഷണം അല്പം പോലും പാഴാക്കാതെ സൂക്ഷിക്കുന്നതിനുമായി ഹാൾ അറേഞ്ച്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി കൺവീനർ മാർട്ടിൻ ലൂയിസ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൺവീനർ ഡൊമിനിക് സാവിയോ, പീറ്റർ വടക്കേത്തല എന്നിവർ സംസാരിച്ചു. മാള വലിയ പറമ്പിൽ യുവാവിനെയും പെൺസുഹൃത്തിനെയും വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തഞ്ചിറ സ്വദേശി മടത്തിൽ മാരാത്ത് വീട്ടിൽ ശ്രീജിത്ത്, വെണ്ണൂർ സ്വദേശിനി കുന്നത്തുപറമ്പിൽ വീട്ടിൽ മിൽന എന്നിവരാണ് മരിച്ചത്. പോലീസ് നടത്തിയ പരിശോധനയിലാണ് ശ്രീജിത്തിന്റെ വാടക വീടിന്റെ കിടപ്പുമുറിയിൽ ഒരു കയറിന്റെ ഇരുഭാഗത്തായി ഇരുവരും തൂങ്ങിയ നിലയിൽ കണ്ടത്. മിൽനയെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുതൽ കാണാനില്ലെന്ന് കാണിച്ച് വീട്ടുകാർ രാത്രി നൽകിയ പരാതിയിൽ മാള പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടത്. മിൽനയുടെ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വീടിന്റെ പിന്നിൽ നിന്ന് സ്കൂട്ടർ കണ്ടെത്തിയപ്പോഴാണ് വീടിനകത്ത് തിരഞ്ഞത്. ശ്രീജിത്ത് ഡ്രൈവറാണ്. ശ്രീജിത്തിന്റെ പരസ്ത്രീ ബന്ധത്തെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ചൊവ്വാഴ്ച വലിയ പറമ്പിലെ വീട്ടിൽ വെച്ച് ചവിട്ടിയും മർദ്ദിച്ചും പരിക്കേൽപ്പിച്ചതായുള്ള ഭാര്യ അഞ്ജുവിന്റെ പരാതിയിൽ മാള പോലീസ് വ്യാഴാഴ്ച കേസെടുത്തിട്ടുണ്ട്. അഞ്ജു ഇപ്പോഴും ചികിത്സയിലാണ്. കടപ്പുറം മുനയ്ക്കക്കടവിൽ പൊതു ടാപ്പിൽ വെള്ളം ശേഖരിക്കാൻ പോയ സ്ത്രീക്ക് പാമ്പ് കടിയേറ്റു. മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് സമീപം ഒളാട്ട് ശിവരാജൻ ഭാര്യ ബിന്ദുവിനാണ് കടിയേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി വീടിന് മുൻവശത്തുള്ള പൊതു ടാപ്പിൽ നിന്നും കുടിവെള്ളം ശേഖരിക്കാൻ പോയതായിരുന്നു ബിന്ദു. ഇതിനിടയിലാണ് ബിന്ദുവിനെ പാമ്പ് കടിച്ചത്. കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ ചികിത്സയിലാണ്. തീരമേഖലയിൽ മുൻപില്ലാത്ത രീതിയിൽ പാമ്പിന്റെ സാന്നിധ്യം കൂടുതലാണെന്ന് സ്നേക്ക് ക്യാച്ചറും പുനയൂർ പഞ്ചായത്ത് അംഗവുമായ വീരാൻകുട്ടി പള്ളിപ്പറമ്പിൽ 2018 പ്രളയശേഷമാണ് മേഖലയിൽ പാമ്പുകളുടെ സാന്നിധ്യം കൂടാൻ തുടങ്ങിയതെന്ന് പറയുന്നു. ചൂട് കൂടിയതോടെ പാമ്പിന്റെ സാന്നിധ്യം വർദ്ധിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. മേഖലയിൽ നിരവധി ഇടങ്ങളിൽ നിന്ന് ഒട്ടേറെ പാമ്പുകളെ വീരാൻകുട്ടി പിടികൂടി ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട്. ആളൂർ വല്ലക്കുന്നിലെ ചെമ്മീൻ ചാലിനരികിലെ കുളത്തിൽ കുളിക്കുന്നതിനിടെ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. തിരുവനന്തപുരം വെങ്ങാനൂർ പെരിങ്ങമല സ്വദേശി 19 വയസ്സുള്ള അച്ചുവാണ് മരിച്ചത്. നിപ്മറിലെ ബാച്ചലർ ഓഫ് പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക് ആദ്യവർഷ വിദ്യാർത്ഥിയാണ്. സുഹൃത്തുക്കൾക്കൊപ്പം വാടക വീടെടുത്താണ് താമസിച്ചിരുന്നത്. അവധിയായതിനാൽ വെള്ളിയാഴ്ച രാത്രി 7:30 കുട്ടികൾ കുളിക്കാൻ പോയതായിരുന്നു. ഇതിനിടയിലാണ് അച്ചു കുളത്തിലേക്ക് വീണത്. ചെമ്മീൻചാലിലെ വലയിൽ കാൽ കുടുങ്ങിയതാണ് അപകടത്തിന് കാരണം. മറ്റുള്ളവർക്ക് നീന്തൽ അറിയാത്തതിനാൽ രക്ഷപ്പെടുത്താനായില്ല. അഗ്നിരക്ഷാസേനയെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. കുന്നംകുളം നഗരമധ്യം അപകടക്കെണിയായി. പഴയ ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ കാനയുടെ സ്ലാബ് തകർന്നു. കുന്നംകുളം നഗരത്തിലെ ഏറ്റവും തിരക്കിയ പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള കാന കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ അപകട ഭീഷണിയാകുന്നു. കാനയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ലാബ് തകർന്ന് കാനയ്ക്കുള്ളിലേക്ക് തന്നെ വീണുകിടക്കുന്ന അവസ്ഥയിലാണിപ്പോൾ. കാനയുടെ വീതിക്ക് അനുയോജ്യമല്ലാത്ത സ്ലാബ് സ്ഥാപിച്ചാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. കൃത്യമായ അളവില്ലാതെ പാകിയ സ്ലാബ് ഉറച്ചു നിൽക്കാതെ കാനയിലേക്ക് തന്നെ പതിക്കുകയായിരുന്നു. നഗരസഭയുടെ ഭാഗത്തുനിന്ന് സ്ലാബ് പുനഃസ്ഥാപിക്കാൻ പലതവണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അവയൊന്നും ശാശ്വത പരിഹാരമായില്ല. ഓരോ തവണ സ്ലാബ് മാറ്റുമ്പോഴും ശാസ്ത്രീയമായ പരിശോധനകൾ നടത്താതെ പഴയപടി തന്നെ തുടരുന്നതാണ് ജനങ്ങളെ വലയ്ക്കുന്നത്. നൂറുകണക്കിന് ആളുകളാണ് നിത്യവും ഇതുവഴി കടന്നുപോകുന്നത്. കാനയുടെ ഈ അവസ്ഥ സമീപത്തെ വ്യാപാരികളെയും സാരമായി ബാധിക്കുന്നുണ്ട്. സ്ലാബ് തകർന്നതോടെ റോഡിന്റെ വശങ്ങളിലൂടെയുള്ള വാഹനങ്ങളുടെ പാർക്കിങ്ങും സുഗമമായ യാത്രയും തടസ്സപ്പെടുന്നു.
അപകടങ്ങൾ സംഭവിക്കുന്നതുവരെ കാത്തുനിൽക്കാതെ അധികൃതർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും കാനിയുടെ അളവിനനുസരിച്ചുള്ള ബലമേറിയ പുതിയ സ്ലാബ് സ്ഥാപിച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം. TCV കുന്നംകുളം. ഇടവേള. Discover la Vraicote, la crème de la fraîcheur. French Diary Ice Creams, a taste factory. വാർത്തയിലേക്ക്. ഗുരുവായൂരിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന നിലയിൽ ഒരു വിഭാഗം ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണത്തിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്. വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങൾ ഭക്തരിൽ ആശങ്ക ഉയർത്തിയ സാഹചര്യത്തിലാണിതെന്ന് അദ്ദേഹം അറിയിച്ചു. ക്ഷേത്ര പരിസരത്ത് കണ്ടെത്തിയ മാനസിക വെല്ലുവിളി നേരിടുന്ന കശ്മീർ സ്വദേശിയെ കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. കശ്മീരിൽ നിന്നും ഇദ്ദേഹത്തെ കാണാതായതിനെക്കുറിച്ചുള്ള ബന്ധുക്കളുടെ പരാതിയിൽ കശ്മീർ പോലീസ് മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഭീകര സാന്നിധ്യമുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ആവശ്യപ്പെട്ടു. മുളങ്ങുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ ഫുട് ഓവർ ബ്രിഡ്ജ് ഇല്ലാതെ വലഞ്ഞ് യാത്രക്കാർ. തൃശൂർ മെഡിക്കൽ കോളേജിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആയതിനാൽ രോഗികൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് മുളങ്ങുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷൻ. മേൽപ്പാലം ഇല്ലാത്തതിനാൽ ട്രാക്ക് മുറിച്ചു കടന്നു വേണം ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാൻ. ഉയരം കൂടിയ പ്ലാറ്റ്ഫോം ആയതിനാൽ ആളുകൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ ഏറെ ബുദ്ധിമുട്ട് നേരിടുകയാണ്. ട്രാക്ക് മുറിച്ചു കടക്കുന്നത് അപകടത്തിനിടയാക്കാനുള്ള സാഹചര്യമുള്ളതിനാൽ എത്രയും വേഗം ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ മരിച്ച തിരുവമ്പാടി വെടിക്കെട്ട് കരാറുകാരൻ സതീശൻ മുണ്ടത്തിക്കോടിന് നാടിന്റെ അന്ത്യാഞ്ജലി. മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ റവന്യൂ മന്ത്രി K രാജൻ, MLA സേവ്യർ ചിറ്റ്ലപ്പള്ളി, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് തുടങ്ങി നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സ്ഫോടനത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സതീശൻ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. ചെൻറാപ്പിനി ചാമക്കാലയിൽ KSCBയുടെ ട്രാൻസ്ഫോമർ കത്തിനശിച്ചു. ചാമക്കാല ജുമാ മസ്ജിദിന് സമീപത്തെ ട്രാൻസ്ഫോമറാണ് കത്തിനശിച്ചത്. വീടുകളിലെ വൈദ്യുതി ഉപഭോഗം കൂടിയപ്പോൾ ചൂടായാണ് ട്രാൻസ്ഫോമർ കത്തിയതെന്ന് അധികൃതർ പറയുന്നു. സംഭവം അറിഞ്ഞ് അധികൃതർ സ്ഥലത്തെത്തി ലൈൻ ഓഫ് ചെയ്തെങ്കിലും ട്രാൻസ്ഫോമറും അനുബന്ധ വയറിങ്ങുകളും പൂർണ്ണമായും കത്തിയിരുന്നു. ട്രാൻസ്ഫോമർ മാറ്റിവെക്കുന്ന ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. കൊടകര ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി വീടിന്റെ ഗേറ്റും മതിലും തകർത്തു. കൊടകര മേൽപ്പാലത്തിനു സമീപം ഇന്ന് പുലർച്ചെയാണ് അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ലോറി കാറിലിടിച്ച് നിയന്ത്രണം വിട്ട് സർവീസ് റോഡിനപ്പുറത്തെ ആൾതാമസമില്ലാത്ത വീടിനു നേർക്ക് പാഞ്ഞുകയറുകയായിരുന്നു. ലോറി ഇടിച്ച് ഗേറ്റും മതിലും തകർന്നു. പത്തനംതിട്ടയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ചെരുപ്പ് കയറ്റി പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. എറണാകുളത്ത് നിന്നും മലപ്പുറത്തേക്ക് പോകുകയായിരുന്നു കാർ. ആർക്കും പരിക്കില്ല. കൊടുങ്ങല്ലൂർ എറിയാട് ഒറ്റയ്ക്ക് താമസിച്ചിരുന്നയാളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അറപ്പപ്പുറം ചക്കുങ്ങപ്പീടികയിൽ 49 വയസ്സുള്ള സൈഫി ഹുസൈനാണ് മരിച്ചത്. ഇന്ന് രാവിലെ വീട്ടിലെത്തിയ ബന്ധുവാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇനി തൃശൂർ പൂരം വിശേഷങ്ങളുമായി പൂരം വരവായി. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം, അങ്കമാലി. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കൽപ്പക വെഡിംഗ് കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം ഏറ്റവും കുറഞ്ഞ വിലകളിൽ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഓൾ കേരള. നിക്ഷേപങ്ങൾക്ക് കരുതലായി ഞങ്ങളുണ്ട്. 3 പതിറ്റാണ്ടിന്റെ വിശ്വാസ്യത. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ ആൻഡ് തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാട്, കർണാടക. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. കോ സ്പോൺസേഡ് ബൈ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജ്വല്ലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഡോപ്പ നീറ്റ് കോച്ചിംഗ് സെന്റർ,
ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡോക്ടേഴ്സ് നീറ്റ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. ജോൺസ് ഹോണ്ട, ആലപ്പുഴ, തൃശൂർ. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. എജു യൂണിവേഴ്സ് 1.5 ലക്ഷം സ്റ്റൈപ്പൻഡോടുകൂടി ജർമ്മനിയിൽ സൗജന്യ പഠനം. ടൂലിപ്സ് ബ്യൂട്ടി സലൂൺ. എവരി ബ്യൂട്ടി സൊല്യൂഷൻസ് അണ്ടർ എ സിംഗിൾ അംബ്രല്ല. വിക്ടറി ITI. അഡ്മിഷൻ തുടരുന്നു. തൃശൂർ, ഇരിങ്ങാലക്കുട, എടപ്പാൾ. ഫാൽക്കൺ മാൾ ഓപ്പണിംഗ് ഓൺ April 25. ഇനി പെരുമ്പിലാവിൽ എല്ലാ ദിവസവും ആഘോഷിക്കാം. തൃശൂരിന്റെ ഭംഗി ഓരോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. NTC ഫൈനാൻസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. തൃശൂർ പൂരത്തിന്റെ പ്രൗഢി വിളിച്ചോതി സ്വരാജ് റൌണ്ടിൽ വാനോളം ഉയർന്നു നിൽക്കുന്ന തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളുടെ പൂരപ്പന്തലുകൾ പൂരപ്രേമികൾക്ക് മതിവരാ കാഴ്ചയായി മാറുന്നു. പൂരാവേശത്തിന് മാറ്റുകൂട്ടുന്ന പന്തലുകളാണ് മണികണ്ഠനാലിലും നടുവിലാലിലും നായ്ക്കനാലിലുമായി ഉയർന്നിരിക്കുന്നത്. AI സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്തി LED ഡിജിറ്റൽ ബൾബുകളാൽ പന്തലുകൾ ദീപാലങ്കൃതമായതോടെ പൂരാവേശം ഉച്ചസ്ഥായിയിലായി. ഇരുവിഭാഗവും ഈ മേഖലയിൽ വർഷങ്ങളുടെ പ്രാവീണ്യമുള്ള പന്തലുകാരെയാണ് നിർമ്മാണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത്. പാറമേക്കാവ് വിഭാഗത്തിനായി മണികണ്ഠനാലിൽ ഇത്തവണ പന്തൽ ഒരുക്കിയിരിക്കുന്നത് എടപ്പാൾ സ്വദേശി നാദം ബൈജുവാണ്. 19 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇദ്ദേഹം കഴിഞ്ഞ 6 വർഷമായി തൃശൂർ പൂരത്തിന് പന്തൽ ഒരുക്കി വരുന്നു. കനത്ത ചൂടിനെയും അവഗണിച്ച് തൊഴിലാളികളുടെ രാപ്പകലുള്ള അധ്വാനത്തിലൂടെയാണ് ഇത്തവണ പന്തൽ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. 100 അടിക്ക് മുകളിലാണ് പന്തലിന്റെ ഉയരം. ക്ഷേത്രമാതൃകയിലുള്ള വെറൈറ്റി മോഡലിലാണ് പന്തൽ ഒരുക്കിയിരിക്കുന്നത്. AI സാങ്കേതിക വിദ്യയിലാണ് ഡിജിറ്റൽ വെളിച്ച സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇത്തവണയും തിരുവമ്പാടിക്ക് വേണ്ടി 2 പന്തലുകളും 2 പേരാണ് ഒരുക്കിയിരിക്കുന്നത്. നടുവിലാലിലെ പന്തൽ ഒരുക്കിയിരിക്കുന്നത് ചെറുതുരുത്തി സ്വദേശി മാളിയേക്കൽ സെയ്തലവിയാണ്. കഴിഞ്ഞ 18 വർഷമായി ഇദ്ദേഹമാണ് തൃശൂർ പൂരത്തിന് തിരുവമ്പാടിക്ക് വേണ്ടി പന്തൽ ഒരുക്കുന്നത്. 30ഓളം തൊഴിലാളികളാണ് ഈ കഠിനാധ്വാനത്തിന് പിന്നിൽ. 100 അടിക്ക് മുകളിൽ ഗോപുര മാതൃകയിലുള്ള ബഹുനില പന്തലാണ് നടുവിലാലിൽ ഇത്തവണ ഉയർന്നിരിക്കുന്നത്. ആർക്കിടെക്ട് കൂടിയായ മകൻ ഹൈദരലിയാണ് പന്തലിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ പന്തലുകളുടെ ഡിസൈൻ ചെയ്തു വരുന്നതും ഹൈദരലി തന്നെയാണ്. AI സാങ്കേതിക വിദ്യയിലുള്ള വെളിച്ച സംവിധാനമാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. നായ്ക്കനാലിൽ തിരുവമ്പാടി വിഭാഗത്തിനായി ഇത്തവണയും പന്തൽ ഒരുക്കിയിരിക്കുന്നത് ചേറൂർ സ്വദേശി പള്ളത്ത് മണികണ്ഠനാണ്. 20 വർഷമായി പന്തൽ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇദ്ദേഹം വർഷങ്ങളോളം തിരുവമ്പാടിക്കും പാറമേക്കാവിനും വേണ്ടി പന്തൽ നിർമ്മിച്ചിട്ടുണ്ട്. 100 അടിക്ക് മുകളിലുള്ള ബഹുനില പന്തലാണ് ഇത്തവണ നായ്ക്കനാലിലും ഒരുങ്ങിയിരിക്കുന്നത്. നിരവധി തൊഴിലാളികളുടെ രാപ്പകൽ അധ്വാനത്തിന്റെ നേർക്കാഴ്ചകളാണ് തൃശൂർ നഗരത്തിൽ ഉയർന്നിരിക്കുന്ന 3 പൂരപ്പന്തലുകളും. പൂരപ്രേമികളെ ആകർഷിക്കുന്ന വ്യത്യസ്ത മോഡലുകളിലുള്ള ഈ പൂരപ്പന്തലുകൾ ദീപാലങ്കൃതമായതോടെ നിരവധി പേരാണ് പന്തലുകളുടെ മനോഹാരിത കണ്ടാസ്വദിക്കാൻ എത്തുന്നത്. പൂരപ്രേമികളുടെ മനസ്സിനെ ആനന്ദത്തിൽ ആറാടിക്കുന്നതാണ് ദൃശ്യമിഴിവോടെ ദീപാലങ്കൃതമായി നഗരഹൃദയത്തിൽ ശിരസ്സുയർത്തി നിൽക്കുന്ന ഈ പൂരപ്പന്തലുകൾ. TCV തൃശൂർ. തൃശൂർ പൂരത്തിന്റെ താളവും തിമിർപ്പും സംഗീതത്തിലേക്ക് പകർത്തി 8 കൂട്ടം പാട്ട് എന്ന വ്യത്യസ്തമായ ആശയവുമായി ശ്രദ്ധ നേടുകയാണ് ഗാനരചയിതാവും സംവിധായകനുമായ ഹരി P. നായർ. പൂരമെത്തുമ്പോൾ ചേല ചുറ്റിയൻ കൂടെ എത്തണ കുഞ്ഞോളെ, താളമേള തുടിപ്പിനൊപ്പം ഇന്നാട് നീ എന്റെ പൊന്നാരെ. തൃശൂർ പൂരം ആസ്പദമാക്കി 8 കൂട്ടം ആൽബങ്ങൾ ഒരുക്കിയ ഗാനരചയിതാവും സംവിധായകനുമായ ഹരി P. നായരാണ് എന്റെ ഒപ്പമുള്ളത്. എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത്? ആശയത്തിലേക്ക് എത്തുന്നത് നമ്മുടെ ആത്മസംതൃപ്തിയിൽ നിന്നുകൊണ്ടാണ്. കാരണം തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ ഓരോ വർഷവും പൂരം കൂടുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന ശബ്ദങ്ങൾ, അതിൻ്റെ ഒരു വൈവിധ്യതയുണ്ടല്ലോ. ലോകത്ത് ഒരിടത്തും ഉണ്ടാവില്ല ഇത്രയും വലിയൊരു മഹോത്സവം. ആ കാഴ്ചകൾ, അതിലെ പല വിധത്തിലുള്ള വാദ്യങ്ങൾ, സ്വരങ്ങളൊക്കെ മനസ്സിൽ കവിതയായിട്ടും പാട്ടായിട്ടൊക്കെ രൂപപ്പെടുമ്പോൾ അത്തരത്തിലുള്ള ഓരോ ആൽബങ്ങൾ ആയിട്ട് കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട് ചെയ്തു വന്നു. അതിലെ 8ാമത്തെ ആൽബമാണ് ഇത്തവണ പൂരപ്രണയം എന്ന പേരിൽ റിലീസായിട്ടുള്ളത്. ഒരു തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ ഒരു പൂരം നൽകുന്ന അഭിമാനം എത്രത്തോളം ഉണ്ട്? അത് എത്രത്തോളം പാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കാറുണ്ട്? ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള കാഴ്ചകൾ തൃശ്ശൂരാണെന്നിരിക്കെ എൻ്റെ നാട് എനിക്ക് നൽകുന്നൊരു പ്രൗഡ് ഫീൽ ഉണ്ടല്ലോ. കാരണം ലോകത്തെവിടെ പോയാലും നമുക്ക് ആർക്ക് മുമ്പിലും പറയുവാനുള്ള ഒരുപാട് കഥകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇത്രയും വിശാലമായിട്ടുള്ള ഈ ഇടത്ത് വലിയ മേളങ്ങളും പൂരങ്ങളും കുടമാറ്റങ്ങളും ഒക്കെ അണിയിച്ചൊരുങ്ങാനുള്ള അരങ്ങൊരുങ്ങുന്നത് ആളുകൾക്ക് എത്തിച്ചേരാൻ, ആനകൾക്ക് അണിനിരക്കാൻ, അല്ലേ? അതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള അന്തരീക്ഷമാണുള്ളത്. അപ്പം അത്തരത്തിലുള്ള പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്രയും വിശാലമായിട്ടുള്ള വിപുലമായിട്ടുള്ള കാഴ്ചവിശേഷങ്ങൾ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. മേടമാസത്തിൽ മോടിക്കൂടണ നാട് നമ്മുടെ തൃശ്ശൂര്, തേടിയെത്തുന്നു തേക്കിൻ കടിലി മേള കാണുവാളൂര്, പൊലിയുമായി നാട്ടാര്.
പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം, അങ്കമാലി. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കൽപ്പക വെഡിംഗ് കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം ഏറ്റവും കുറഞ്ഞ വിലകളിൽ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഓൾ കേരള. നിക്ഷേപങ്ങൾക്ക് കരുതലായി ഞങ്ങളുണ്ട്. 3 പതിറ്റാണ്ടിന്റെ വിശ്വാസ്യത. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ ആൻഡ് തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാട്, കർണാടക. വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. കോ സ്പോൺസേഡ് ബൈ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജ്വല്ലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഡോപ്പ നീറ്റ് കോച്ചിംഗ് സെന്റർ, ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡോക്ടേഴ്സ് നീറ്റ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. ജോൺസ് ഹോണ്ട, ആലപ്പുഴ, തൃശൂർ. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. എജു യൂണിവേഴ്സ്, 1.5 ലക്ഷം സ്റ്റൈപ്പൻഡോടുകൂടി ജർമ്മനിയിൽ സൗജന്യ പഠനം. ടൂലിപ്സ് ബ്യൂട്ടി സലൂൺ, എവരി ബ്യൂട്ടി സൊല്യൂഷൻസ് അണ്ടർ എ സിംഗിൾ അംബ്രല്ല. വിക്ടറി ITI. അഡ്മിഷൻ തുടരുന്നു. തൃശൂർ, ഇരിങ്ങാലക്കുട, എടപ്പാൾ. ഫാൽക്കൺ മാൾ ഓപ്പണിംഗ് ഓൺ April 25. ഇനി പെരുമ്പിലാവിൽ എല്ലാ ദിവസവും ആഘോഷിക്കാം. തൃശൂരിന്റെ ഭംഗി ഓരോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. NTC ഫൈനാൻസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടുതിരുനാൾ മെയ് 12 ആഘോഷിക്കുമെന്ന് തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ അറിയിച്ചു. തിരുനാൾ ദിനത്തിൽ 1 ലക്ഷം പേർക്കുള്ള നേർച്ച സദ്യയാണ് ഒരുക്കുന്നത്. കൊടികയറ്റം ചൊവ്വാഴ്ച രാവിലെ 10:15 നടക്കും. വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ കൊടിയേറ്റം നിർവഹിക്കും. മെയ് 12 രാവിലെ 10:30 കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ ഊട്ടുനേർച്ച ആശീർവദിക്കും. തുടർന്ന് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിക്കും. റക്ടർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ ആൻസ് പല്ലിശ്ശേരി, ആന്റണി കല്ലറയ്ക്കൽ, ഫ്രാൻസിസ് കുറുപ്പശ്ശേരി, ആൽബി പടമാട്ടുമ്മൽ, ബീനൻ താണിപ്പിള്ളി, അലക്സ് പള്ളിയിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാഴൂർ സെന്റ് മേരീസ് പള്ളിയിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോബ് വടക്കൻ കൊടിയേറ്റം നടത്തി. മെയ് 1, 2, 3 തീയതികളിലായാണ് തിരുനാൾ. കൊടിയേറ്റത്തോടനുബന്ധിച്ച് മാതൃവേദിയുടെ നേതൃത്വത്തിൽ മാർഗംകളി അവതരിപ്പിച്ചു. വികാരി ഫാദർ സിജോ കാട്ടൂക്കാരൻ, തിരുനാൾ ജനറൽ കൺവീനർ TK ജോയ്, കൈകാരന്മാരായ അരുൺ റപ്പായി, നിക്സൺ നീലങ്കാവിൽ, ലിക്സൺ കൈമടം എന്നിവർ നേതൃത്വം നൽകി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ ഔസപിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി വിക്ടർ തൊമ്മാന, തിരുനാൾ ജനറൽ കൺവീനർ വിജോയ് കുറ്റിക്കാടൻ, ജോയിന്റ് ജനറൽ കൺവീനർ അന്തോണിക്കുട്ടി ചെതലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മെയ് 3 ഊട്ടുതിരുനാൾ. ചൊക്കന സൂര്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും HML ചൊക്കന ഡിവിഷനും ചേർന്നൊരുക്കുന്ന 2ാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ചൊക്കന ഫ്ലഡ് മൈതാനത്ത് തുടക്കമായി. ഹാരിസൺ മലയാളം ലിമിറ്റഡ് ഗ്രൂപ്പ് മാനേജർ അനൂപ് ത്യാഗരാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം AA റഫീഖ് അധ്യക്ഷത വഹിച്ചു. ഹാരിസൺ എസ്റ്റേറ്റ് സീനിയർ മാനേജർ ബെന്നി മാത്യു, ചന്ദ്രചൂഡൻ ഒറ്റപ്പാലം, ജോബിൽ വടാശ്ശേരി, സുധീർ വെള്ളിക്കുളങ്ങര, CJ അഭിലാഷ്, PT ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യ മത്സരത്തിൽ കോടാലി മോർണിംഗ് പ്ലേയേഴ്സ് പറവൂർ സോക്സറിനെ പരാജയപ്പെടുത്തി. 2ാമത്തെ മത്സരത്തിൽ ഏകപക്ഷീയമായി 2 ഗോളുകൾക്ക് ചിമ്മിനി ഡ്രീം FC കാരിക്കുളം സിറ്റി ടീമിനെ പരാജയപ്പെടുത്തി. കൊടും വേനലിൽ നഗരത്തിലെത്തുന്നവർക്ക് വലിയ ആശ്വാസമായി മാറിയിരിക്കുകയാണ് കുന്നംകുളം നഗരസഭയുടെ തണുത്ത സംഭാര വിതരണം. നഗരസഭയുടെ കീഴിലുള്ള കുടുംബശ്രീ ക്യാന്റീനായ സുഭിക്ഷയിലെ അംഗങ്ങളാണ് സംഭാരം തയ്യാറാക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ, വാർഡ് കൌൺസിലർമാരായ രമ്യ രാജൻ, ദിലീപ് പുളിക്കൽ എന്നിവർ സന്ദർശനം നടത്തി. വാണിജ്യം.
ഷോപ്പിംഗിന് പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കാൻ ഫാൽക്കൺ ഗ്രൂപ്പിന്റെ സ്വപ്ന സംരംഭമായ ഫാൽക്കൺ മാൾ കുന്നംകുളം പെരുമ്പിലാവിൽ പ്രവർത്തനം ആരംഭിച്ചു. പെരുമ്പിലാവിന്റെ ഹൃദയഭാഗത്ത് 2 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ആരംഭിച്ച ഫാൽക്കൺ മാൾ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, AC മൊയ്തീൻ MLA, AP അബ്ദുൽ വഹാബ് MP, ചലച്ചിത്ര നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ, ഫാൽക്കൺ ഗ്രൂപ്പ് ചെയർമാൻ MM മൊയ്തുണ്ണി, ഡയറക്ടർമാരായ മുഹമ്മദ് ഷക്കീർ, ഷഫീഖ് റഹ്മാൻ, അഹമ്മദ് സാജിദ്, സിറാജുൽ മുനീർ, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. ലോകോത്തര നിലവാരമുള്ള 20ഓളം ബ്രാൻഡുകളുടെ സ്റ്റോറുകളാണ് മാളിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ഒരു ഡ്രീം പ്രൊജക്ട് എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ലെവലിലുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കണ്ടിട്ടും ചെയ്തിട്ടുള്ളത്. 2 lakh സ്ക്വയർ ഫീറ്റിലുള്ള ഒരു മോളും പ്ലസ് ഇതിൽ ഫുഡ് കോർട്ടും ബ്രാൻഡ്സ് ഒരു 20+ ബ്രാൻഡ്സും ഹൈപ്പർ മാർക്കറ്റ് നെക്സോസ് എന്നുള്ള ബ്രാൻഡിലുള്ള ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. 20,000 സ്ക്വയർ ഫീറ്റുള്ള ഹൈപ്പർ മാർക്കറ്റുമാണ് ഉള്ളത്. വസ്ത്രങ്ങളുണ്ട്, ഫുഡ് കോർട്ട് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, ഫൺസ്റ്റ എന്നുള്ള ഗെയിംസ് ഉണ്ട് ഇവിടെ. അങ്ങനെ മൊത്തം ഒരു ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ ഗെറ്റ് ടുഗദറും കൂടാതെ ടൈം സ്പെൻഡ് ചെയ്യാനും ഒരു നമ്മുടെ ടാഗും അങ്ങനെ റീറ്റെയിൽ, ലിഷർ, എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലാണ്. ഒരു സെലിബ്രേഷൻ എന്നുള്ള മോഡിൽ ഇത് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റും കൂടിയാണ് നമ്മുടെ മോള്. പെരുമ്പിലാവിന് ഒരു പുതിയൊരു അനുഭവം കൊടുക്കാന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊജക്റ്റും കൂടിയാണ്. പെരുമ്പിലാവ് മാത്രമല്ല, ഇതിന് ചുറ്റാടുള്ള മറ്റുള്ള സിറ്റികളും എല്ലാം കവർ ചെയ്യുന്ന ഒരു ലെവലിലുള്ള ഒരു ഡെവലപ്മെന്റ് എന്നുള്ളതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇത് നമ്മുടെ. 20,000 സ്ക്വയർ ഫീറ്റിൽ നെക്സോസ് ഹൈപ്പർ മാർക്കറ്റ്, 6,000 സ്ക്വയർ ഫീറ്റിൽ പ്ലേ ഏരിയ, അന്താരാഷ്ട്ര ബ്രാൻഡായ ചിക്കിങ്, രാജ്യത്ത് 30ഓളം ബ്രാൻഡുകളുള്ള സ്റ്റൈൽ യൂണിയൻ, കോസ്മെറ്റിക് ബ്രാൻഡായ പർപ്പിൾ, ലെൻസ്കാർട്ട്, ലീഡിംഗ് മെൻസ് വിയർ ബ്രാൻഡായ മെന്റ്, 800-ൽ പരം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള 4 തിയേറ്ററുകൾ, 10ഓളം ഭക്ഷണ സംസ്കാരങ്ങൾ ഒന്നിക്കുന്ന ഫുഡ് കോർട്ട്, 350-ൽ പരം കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ കഴിയുന്ന വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നിവയെല്ലാം ഫാൽക്കൺ മാളിന്റെ പ്രത്യേകതകളാണ്. വാണിജ്യരംഗത്ത് 50 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഫാൽക്കൺ ഗ്രൂപ്പ് ഇന്ത്യക്ക് പുറമെ UAE, സൗദി എന്നിവിടങ്ങളിലെ വലിയ സാന്നിധ്യമാണ്. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,120 രൂപ, പവന് 1,12,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ ശക്തന്റെ തട്ടകത്തിൽ ഇനി പൂരാവേശം. നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുര നട തുറന്നതോടെ പൂര വിളംബരമായി. മഹാപൂരം നാളെ. തൃശൂർ പൂരനഗരിയിൽ ഗജരാജൻ തൃക്കടവൂർ ശിവരാജുവിന് വൻ വരവേൽപ്പ്. പാണ്ഡ്യമേളത്തിന്റെ അകമ്പടിയോടെ പാറമേക്കാവ് ദേവസ്വമാണ് ഗജരാജന് സ്വീകരണം നൽകിയത്. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട്. പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി. അയ്യന്തോൾ പഞ്ചിക്കല്ലിൽ വൻ ലഹരിവേട്ട. പാൽവണ്ടിയിൽ നിന്ന് 3 കിലോ ഹാഷിഷ് ഓയിലും 1/4 കിലോ കഞ്ചാവും തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് തുടക്കമായി. കൂട് തുറക്കൽ ശുശ്രൂഷ ഇന്ന് വൈകിട്ട്. മാള വലിയ പറമ്പിൽ യുവാവിനെയും യുവതിയെയും വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. പുത്തഞ്ചിറ സ്വദേശി ശ്രീജിത്ത്, വെണ്ണൂർ സ്വദേശിനി മിൽന എന്നിവരാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.